സർ, നമുക്കറിയാം നമ്മൾ എത്രയൊക്കെ ഹീറോ പരിവേഷം നൽകിയാലും കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ആൾ മരിച്ച് 150 വർഷങ്ങൾക്കിപ്പുറവും കള്ളൻ കള്ളനായി തന്നെ തുടരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കായംകുളം കൊച്ചുണ്ണി സ്മാരകം അല്ലെങ്കിൽ അത്തരമൊന്ന് പ്രതിഭ MLA നിർമ്മിച്ചതും അല്ലെങ്കിൽ അതിന് സഹകരിച്ചതും ഉദ്ഘാടനം ചെയ്തതുമൊക്കെ വാർത്തകളിൽ വരികയാണ്. ഇതിനു മുൻപും പ്രതിഭ MLA വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അത് മകന്റെ കഞ്ചാവ് കേസ് അടക്കവും അതിനുശേഷം അവർ നടത്തിയ പ്രസ്താവനയും ഒക്കെയായിരുന്നു. ആ സമയത്തൊന്നും പാർട്ടിയുടെ ഒരു പിന്തുണ കൃത്യമായി തനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അവർക്കിപ്പോൾ CPM-ഉമായി ചെറിയൊരു അകൽച്ച വന്നിട്ടുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം അത് ശരിയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു സ്മാരകം അവിടെ വരിക, അതിനെ പാർട്ടിക്ക് എതിർക്കാൻ സാധിക്കാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നുകൂടി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രം പ്രതിഭയും, അതല്ലെങ്കിൽ ഇത് കഴിച്ചിട്ടെറുക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു സ്റ്റേജിൽ പാർട്ടിയും എത്തപ്പെട്ടു കായംകുളം കൊച്ചുണ്ണിയുടെ സ്മാരകം വഴി എന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും മുമ്പേ നീതു സൂചിപ്പിച്ചത് തന്നെയാണ് അതിന്റെ കാരണം. നമ്മൾ പറഞ്ഞില്ലയോ, മധുരിച്ചിട്ടും കഴിച്ചിട്ടും ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽപ്പെട്ടു പോയിരിക്കുകയാണ് പാർട്ടി. പ്രതിഭയുടെ നിലപാടാണ്. പ്രതിഭ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മികച്ച വനിതാ സ്ഥാനാർത്ഥികളുള്ള ഒരാളാണ് ആലപ്പുഴ ജില്ലയിലെ. ജി സുധാകരനോടൊപ്പം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവര്, അതോടൊപ്പം തന്നെ തകഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടും അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു മികച്ച സംഘാടകയും പ്രവർത്തകയും പാർട്ടിയുടെ ഒരു തറതീർന്ന പ്രവർത്തകയൊക്കെയാണ് അവര് നേരത്തെ തന്നെ പിന്നീടാണ് കായംകുളത്ത് MLA ആയിട്ട് വരുന്നത്. കായംകുളം MLA ആയിട്ട് വരുന്നു, അവിടുന്ന് വിജയിക്കുന്നു. CK സദാശിവൻ എന്നൊരു MLA ആയിരുന്നു നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം PS പക്ഷക്കാരനായിരുന്നു. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പക്ഷമൊന്നുമില്ല എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ അങ്ങനെ കായംകുളം സീറ്റ് കൊടുക്കുന്നു, അവിടെ ജയിക്കുകയും ചെയ്യുന്നവർ. ഈ പ്രതിഭയുടെ ചില നിലപാടുകൾ പാർട്ടിക്ക് പല സന്ദർഭങ്ങളിലും പലതര പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അത് കായംകുളത്തെ രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അവര് പാർട്ടിയുടെ സംവിധാനത്തിനകത്തേക്ക്, അതായത് കായംകുളത്തെ CPM പ്രവർത്തകർ പറയുന്ന ഒരു ചതുരത്തിലേക്ക് ഒരിക്കലും പ്രതിഭ ഒതുങ്ങുന്നില്ല. അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്, അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ അവർ നടപ്പാക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല, ഒരു മടിയുമില്ല അത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ഏതാണ്ട് അതേപോലെ ഒരു സന്ദർഭമാണ് ഇപ്പൊ കായംകുളത്ത് ഉണ്ടായിരിക്കുന്നത്. കായംകുളത്തെ പ്രസിദ്ധമാക്കിയത് നമുക്കറിയാം. കായംകുളത്തെ പ്രസിദ്ധമാക്കിയത്, കായംകുളം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ചെറിയ കുട്ടികൾ, അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു കഥാപാത്രമാണെങ്കിലും കായംകുളത്തുമായിട്ട് ചേർന്ന് വരുന്ന ആദ്യത്തെ പേര് കായംകുളം കൊച്ചുണ്ണിയുടേതാണ്. കായംകുളം കൊച്ചുണ്ണി എന്നറിയപ്പെടുന്ന ഒരു കള്ളൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു വലിയ കള്ളൻ കൊള്ളക്കാരൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. കൊള്ളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ ആളുകളെ പിന്നെ ഒരുപാട് ഉപദ്രവിച്ചും കൊന്നും ഒന്നും ചെയ്യുന്ന ഒരു ആയിരുന്നില്ല. മിനിമം അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ട ചില സൗകര്യങ്ങളൊക്കെ ആളുകളിൽ നിന്ന് പിടിച്ചെടുക്കുക, സമ്പന്നരായ ആളുകളിൽ നിന്ന് പിടിച്ചെടുക്കുക. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ പണമായിട്ടൊന്നും കിട്ടാനില്ലല്ലോ, ഒന്ന് വലിയ ക്യാഷ് കറൻസി ഒന്നും വലുതായിട്ട് നിലവിലുള്ള കാലങ്ങളല്ല. അദ്ദേഹം മരിച്ചത് തന്നെ 1859 മരിച്ചുപോയി, 41-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ അവിടെ ഉണ്ടാകാവുന്ന കിട്ടാവുന്ന ചില വസ്തുക്കൾ, ഇപ്പം അരിയാണെങ്കിലും നെല്ലാണെങ്കിലും തേങ്ങയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ, ഇതൊക്കെ കൊള്ളയടിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറയുന്നത്. പിന്നീട് അപൂർവമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മുറജപം കഴിഞ്ഞ് വരുന്ന ചില ബ്രാഹ്മണരുണ്ടാകും, അവരുടെയിലാണ് കുറച്ച് പൈസയൊക്കെ ഉണ്ടാകും. അപ്പൊ അവരെയും കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. സന്ധ്യ കഴിഞ്ഞാൽ കായംകുളം, അദ്ദേഹത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് കായംകുളം, ഓച്ചിറ, വവ്വാക്കാവ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ രാത്രിയിൽ അന്ന് ബസ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ പരമാവധി കരുനാഗപ്പള്ളി വരെ വൈകുന്നേരം വരികയുള്ളൂ. അതേപോലെ തന്നെ വടക്കുനിന്ന് എറണാകുളത്തുനിന്ന് പോകുന്നവര് പരമാവധി ഹരിപ്പാട് വരെ യാത്ര ചെയ്യും. അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സത്രത്തിലോ ഏതെങ്കിലും പിന്നെ വീടിന്റെ വരാന്തയിലോ ഒക്കെ കയറി കിടന്നുറങ്ങുകയാണ്. കാരണം കൊച്ചുണ്ണിയെ പേടിച്ച് ആ വഴി ആരും പോകാറില്ല. ഇങ്ങനെയൊരു വീരപരിവേഷമുള്ള ഒരാളായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത്. കൊച്ചുണ്ണിയെ പക്ഷേ പുതിയ തലമുറയൊക്കെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയല്ല. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല് കൊച്ചുണ്ണി ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഈ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, വസ്തുവകൾ, ഇതെല്ലാം കൊച്ചുണ്ണി മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്.
കൊച്ചുണ്ണിക്ക് വേണ്ടതെല്ലാം അത്യാവശ്യത്തിനുള്ളത് എടുത്ത ശേഷം ബാക്കി മുഴുവൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. വലിയ സമ്പത്തുള്ളവരിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ശേഷം അല്ലെ ഭീഷണിപ്പെടുത്തിയെടുത്ത ശേഷം അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുക. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് കേരളത്തിൽ സോഷ്യലിസം നടപ്പാക്കിയ ആയങ്കുളം കൊച്ചുണ്ണി എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. എന്തായാലും അത് സത്യമായിരുന്നു. പക്ഷേ കൊച്ചുണ്ണിയുടെ അന്ത്യം ഈ പറഞ്ഞവളാണ്. പോലീസും പട്ടാളവും ഒന്നും വിചാരിച്ചാൽ അദ്ദേഹത്തെ പിടിക്കാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ അവസാനം ചതിവിൽ കൂടാണ് കൊച്ചുണ്ണിയെ 41-ാമത്തെ വയസ്സിൽ കീഴടക്കി കൊല്ലുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് കിടന്നാണ് മരിക്കുന്നത്. മരണം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും ഇപ്പൊ ചില സംശയങ്ങളുണ്ട്. ചില കൂട്ടുകാരെയൊക്കെ വശത്താക്കിയിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു വീട്ടിൽ വെച്ചാണ് കൊച്ചുണ്ണിയെ കട്ടിലിൽ വരിഞ്ഞ് കെട്ടിയിട്ടിട്ട് പിടിച്ചുകൊണ്ട് പോയി കൊല്ലുക. കായംകുളത്ത് വെച്ച് പിടിച്ച് കെട്ടി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊല്ലുകയായിരുന്നു. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. പേട്ടയില് മറ്റുമാണ് കൊച്ചുണ്ണിയെ അടക്കിയിരിക്കുന്നത്. നമ്മുടെ വീരപ്പന് പറ്റിയ പോലാണ്. വീരപ്പനെ പറഞ്ഞതിലത് നമ്മുടെ സത്യമംഗലം കാടുകളെ വീരപ്പനെ അവസാനം കീഴടക്കാനായിട്ട് കൂട്ടുകാരെ തന്നെ ഉപയോഗിച്ച് ചതിപ്രയോഗം നടത്തേണ്ടി വന്നു. അത് പിന്നെ അതിന്റെ നീതിയാണ്, കാവ്യനീതിയാണ്, അത് നടപ്പാക്കിയെങ്കിലേ പറ്റുള്ളത്. എന്ന് പറഞ്ഞ പോലെ കൊച്ചുണ്ണി മരിച്ചെങ്കിലും ഈ പറഞ്ഞ പരിവേഷം കായംകുളത്തും ചുറ്റുപാടിലും അദ്ദേഹത്തിന് 2 പരിവേഷമാണ്. കള്ളൻ എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ ആള് എന്നുള്ളൊരു നല്ല പേരും, നല്ല പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നന്മയുള്ളവനായിരുന്നു എന്നൊരു കഥയുണ്ട്. കൊച്ചുണ്ണിയെ ചുറ്റിപ്പറ്റി ഒത്തിരി കഥകളൊക്കെ ഈ മധ്യ തിരുവിതാംകൂറിൽ പ്രചരിക്കുന്നു. ഇവിടെ ഇപ്പൊ പ്രശ്നമായിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കായംകുളം നഗരസഭയുടെ, അതായത് കായംകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള പാലത്തിന്റെ അവിടെ നിന്ന് പടിഞ്ഞാറേക്ക് പോകുമ്പോൾ, ഏതാണ്ട് 1.5 കിലോമീറ്റർ പടിഞ്ഞാറേക്ക് പോകുമ്പോൾ അവിടെ നഗരസഭയുടെ ഒരു ചെറിയ സ്ഥലമുണ്ട്. നഗരസഭ അത് ഏറ്റെടുത്ത ശേഷം അത്യാവശ്യം ടൂറിസം കാര്യങ്ങൾ, ചില വള്ളംകളിയോ കൊച്ചു കായലിൽ ചില വള്ളംകളി നടത്തുക, കുട്ടികൾക്കൊരു പാർക്കൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഈ CK സദാശിവൻ എന്നൊരു MLA, ഇതിന് പ്രതിഭയ്ക്ക് മുമ്പുണ്ടായിരുന്ന CPM MLA ആയിരുന്ന CK സദാശിവൻ, അദ്ദേഹം ഒരു VS പക്ഷക്കാരനായതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം കുട്ടനാട് കൈനകരിക്കാരനായിരുന്നു. പിന്നീടാണ് പ്രതിഭ അവിടെ വരുന്നത്. അപ്പൊ CK സദാശിവന്റെ ഫണ്ടിൽ നിന്നാണ് ആദ്യം ഇത് ചെയ്തിട്ട് അത് അത്യാവശ്യം ചില നവീകരണങ്ങളൊക്കെ നടത്തി. അതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ വർഷം പ്രതിഭ എന്ത് ചെയ്തു, അവരുടെ ഫണ്ടിൽ നിന്ന് 65 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് അവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കി. 65 ലക്ഷം രൂപ അവരുടെ ഫണ്ടിൽ നിന്ന് അവർ ഉപയോഗിച്ച് അതിന് പേര് കൊടുത്തത്, അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച, ആരോടും ആലോചിക്കത്തില്ല, അവരതിനെ തീരുമാനിച്ചതാണ്, ജനഹിതമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അതിന് പേര് കൊടുത്തത് കായംകുളം കൊച്ചുണ്ണി സ്മാരകം എന്നാണ്. അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ വിവാദം ഉണ്ടാകാൻ പിന്നെ സ്വാഭാവികമാണല്ലോ, ഭയങ്കര വിവാദം. ഇപ്പൊ കായംകുളം പരിസരത്തെല്ലാം വീണ്ടും വിവാദമായിരിക്കുകയാണ്. ഇവര് ഈ അടുത്ത സമയത്ത് തന്നെ മറ്റൊരു വിവാദത്തിൽ ചെന്ന് പെട്ടതാണ് അവരുടെ മകൻ. ഇവര് തകഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആളായിരുന്നു. അവരുടെ മകൻ തകഴി പാലത്തിന്റെ ആ സമീപ പ്രദേശത്തിരുന്ന് കഞ്ചാവ് വലിക്കുന്ന കുറച്ച് ആളുകളുടെ നടുക്ക് ഈ പയ്യൻ പെട്ടിരുന്നു. ഇവന്റെ പയ്യിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പാർട്ടിയുമായിട്ട് വലിയൊരു അകൽച്ച വന്നിരുന്നവർ പാർട്ടി വിടുമെന്നൊക്കെ ചില സൂചനകളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ പെട്ടെന്ന് കാര്യത്തിൽ പാർട്ടി ഇടപെട്ടു. ഈ മകന്റെ കൈവശം അവര് അതിനകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തതാണ്. മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പയ്യനെ ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച പോലീസ് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയി. അതോടൊപ്പം തന്നെ പാർട്ടിയുമായിട്ടുള്ള അകൽച്ച മാറ്റുന്നതിനായിരിക്കാം അവരെ പുതിയതായിട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയില് പിണറായി വിജയൻ തന്നെ അധ്യക്ഷത വഹിച്ച് അവിടുത്തെ പ്രധാനമായിട്ട് പങ്കെടുത്ത ജില്ലാ സമ്മേളനത്തിൽ വെച്ച് അവരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ശാന്തമായിട്ടൊന്ന് പോകുമെന്ന് കരുതിയിരുന്ന സമയത്താണ് അടുത്ത വിവാദം വന്നിരിക്കുന്നത്. ഇപ്പം അവിടുത്തെ കായംകുളത്തെ CPM പ്രവർത്തകരെ സമയത്തുള്ള അവർ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും, അവർക്കൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. കായംകുളം കൊച്ചുണ്ണിയുടെ പേര് മാറ്റണം എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. എന്നതിന്റെ കാരണം കായംകുളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. കൊച്ചുണ്ണിക്ക് അനുകൂലമായിട്ടുള്ളവരുമുണ്ട്, എതിരായിട്ട് പറയുന്നവരുമുണ്ട്. ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് കൊച്ചുണ്ണിയെ പോലെ ഒരാൾക്ക് ഒരു സ്മാരകം, കൊച്ചുണ്ണിയുടെ പേര് ഓർമ്മിക്കാൻ ഒരു സ്മാരകം പ്രതിഭ ചെയ്തു എന്ന് കരുതിയിട്ട് എന്തിനാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്? അതിനെ എതിർക്കാൻ പോയി ഇനി നിർബന്ധിച്ച പിന്നെ എതിർപ്പുകളൊക്കെ ഉണ്ടാക്കിയ ബോർഡ് മാറ്റാമെന്ന് വിചാരിച്ചാലോ അതൊരു പക്ഷെ പാർട്ടിക്ക് തിരിച്ചടിയുമാവും. കണ്ടോ, ഒരു മുസ്ലിമിന്റെ പേര് അദ്ദേഹത്തിന് ഇപ്പൊ കോഴഞ്ചേരിയിൽ മാത്രമാണ് പിന്നെ കായംകുളം കൊച്ചിയുടെ പേര് ഒരു ചെറിയ ദർഗയോ എന്തോ ചെറിയൊരു ആരാധനാലയം മറ്റോ ഉള്ളത്. കോഴഞ്ചേരിക്ക് അടുത്തുണ്ട്, പത്തനംതിട്ട കോഴഞ്ചേരിക്ക് അടുത്ത്. അതല്ലാതെ വേറെ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെയുള്ളപ്പോഴ്
ഈ കൊച്ചുണ്ണിയുടെ പേരില് ഒരു മുസ്ലിം നാമധാരിയായ കൊച്ചുണ്ണിയുടെ പേരിൽ അവിടെ നിൽക്കുന്ന ഈ പാർക്കിന്റെ പേര് മാറ്റിയാല് എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുക എന്നുള്ളത് അവർക്ക് ഭയമുണ്ട്. CPM-ന് ശരിക്കും ഭയമുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പ്രതിഭ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള ബലമാണ്. അവരൊരു ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീയാണ്. അവരെ വിവാഹം ചെയ്തിരിക്കുന്ന ഒരു നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഹരി എന്നൊരാളായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അത്തരത്തിൽ അവർക്കും ഒരുപാട് സ്വാധീനമുണ്ട്. ഈ SNDP ഈഴവ കമ്മ്യൂണിറ്റിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണത്, ഈ കായംകുളം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ CPM ഈ പറഞ്ഞതുപോലെ രണ്ടും വയ്യാത്ത അവസ്ഥയിലേക്ക് പെട്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ എടുക്കും നാട്ടുകാരെങ്ങനെ? എന്തായാലും നേരെ ആ റോഡിൽ കൂടെ പോകുന്നവർക്ക് പെട്ടെന്നൊന്നും ഈ സ്മാരകം കാണാനൊക്കത്തില്ല, കാരണം റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ, പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ് കായംകുളം കൊച്ചുണ്ണിക്ക് ഇതാ സ്മാരകം പണിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ വീണ്ടും പാർട്ടിയെ വിട്ടലാക്കുന്ന ഒരു തീരുമാനമാണോ പ്രതിഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന എന്റെ ഒരു അഭിപ്രായം. യെസ്, അതാണ്. എന്തായാലും പ്രതിഭ MLA കൂടുതൽ വെട്ടിലാക്കുകയാണോ പാർട്ടിയെ എന്ന് സംശയിക്കേണ്ടി വരും. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ ഒരു സ്മാരകം, അതും സ്വന്തം MLA ഫണ്ട് ഉപയോഗിച്ച് 10-65 ലക്ഷം രൂപയോളം ചിലവഴിച്ചുകൊണ്ടാണ് പ്രതിഭ MLA ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്നാൽ മുസ്ലിം വോട്ടുകൾ ചോരുമോ എന്ന ഭയം കൊണ്ട് നിലവിൽ പാർട്ടിക്ക് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടാനും സാധിക്കുന്നില്ല. വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ പ്രതിഭ MLA ഒരു പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണോ എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തവുമാണ്, വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സാർ.